ഹലോ ഗായ്സ്, എല്ലാവർക്കും മല്ലൂസ് യൂട്യൂബ് ചാനൽ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് നെയ്യ് ഇടാം. ഞാൻ ഓൾറെഡി വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഇടാം. കറുകപ്പട്ട, ഓക്കെ, ഇത് നമ്മൾ രണ്ടെണ്ണം പൊടിച്ചിടാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവർ ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഞാൻ ഒരു നാരങ്ങയുടെ ഒരു പീസാണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് കൊടുത്തിട്ട് അത് അതിൻ്റെ പോലെ ഇതിനകത്ത്. സോറി ഗൈസ്, ഉപ്പിടാൻ മറന്നു. ഇതെൻ്റെ രീതിക്കുള്ള അല്ല ബിരിയാണിയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടാം. ഒരിച്ചിരി കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. ഒരിത്തിരി മതി. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇത് മസാലപ്പൊടി. അപ്പം ചിക്കൻ മസാലയാണ് ഞാനത് എടുത്തത്. പിന്നെ ഇത് പേസ്റ്റാണ്, ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നുള്ളത് മല്ലിയിലയും. അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഇതിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടിയെടുക്കാം. മല്ലിപ്പൊടി എവിടാ? ഇതിനകത്തേക്ക് ഇടാം. ഓക്കെ, ഉപ്പ് ആവശ്യത്തിന് ഇട്ടു. ഉപ്പ് കാരണം ഓൾറെഡി മറ്റേ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ മസാല അതേപോലെ നമുക്ക് ഇടാം. ഓക്കെ, പിന്നെ നമുക്ക് ഇടേണ്ടത് എന്താണ്? മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി. എരി വേണ്ടാത്തവർക്ക് മുളക് പൊടി ഇടണമെന്നില്ല. മുളക് പൊടി ഒരുപാട് വേണമെന്നില്ല. ഇത് ആവശ്യത്തിന് മുളക് പൊടി. പിന്നെ ഞാൻ ചെയ്ത് വെച്ചേക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഓക്കെ, മസാല നന്നായിട്ട് ഇതിനകത്ത് പുരട്ടിയെടുക്കണം. ഞാൻ ഓൾറെഡി ഈ ചിക്കനകത്ത് ഇങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിനകത്തേക്ക് മസാല പിടിച്ചോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കഴിക്കാം. ആവശ്യത്തിന് മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഞാൻ ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പൊതുവായിട്ട് കടുക് എൻ്റെ മെയിനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടുകിടാം. അത് ജസ്റ്റ് ഒന്ന് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മുന്തിരി എടുക്കാം. വെള്ളം ഇത് നമുക്ക് എന്തുവാ ഈ സ്പൂൺ കൊണ്ടല്ലേ, നമുക്ക് ഈ സ്പൂൺ കൊണ്ടെടുക്കാം. സാധാരണ നെയ്ക്കകത്താണ് ഇത് നമ്മൾ വറുത്തെടുക്കേണ്ടത്. ഇപ്പം ഞാൻ സൺഫ്ലവർ ഓയിലിനകത്ത് എടുക്കുന്നേ ഉള്ളൂ. ലാസ്റ്റ് നമുക്ക് ബിരിയാണിയുടെ ആ ഒരു മിക്സ് വേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. ഓൾറെഡി ഈ സവാള ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ടു. കാരണം വെള്ളത്തിലിട്ട് അരിയുന്നതായിരിക്കും നമുക്ക് കണ്ണില്ലാതിരിക്കുക. അപ്പോൾ ഇതിനപ്പോൾ എന്തായാലും കും എന്ന് പറഞ്ഞ് ബോംബ് വെട്ടും. നിങ്ങളത് പേടിക്കരുത്. ഇടാൻ പോവാണ്. 1 2 3. ഒന്നുമില്ല, നന്നായിട്ട് പേര്. ഓക്കെ, അപ്പം ഒരു വിസിലായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വിസിലിപ്പോൾ വരും. പക്ഷേ നമുക്ക് ഓഫ് ചെയ്യാം. 2 വിസിലായി, നമുക്ക് ഓഫ് ചെയ്തേക്കാം. വെറുതെ എന്തെങ്കിലും റിസ്ക് എടുക്കുന്നത്. 2 വിസിലാകുമ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ആ വേവിടാം. ഇതിനകത്ത് ഓൾറെഡി നല്ല വെള്ളമുള്ളതാണ് ചിക്കനകത്തെ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് കറുവപ്പട്ട, ഏലക്ക, പിന്നെ കുരുമുളക്. ഇത് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് തണിയാൻ മാറ്റുന്നത് ഈ ഗ്യാസ് വന്നിട്ട് ആദ്യം തന്നെ കുറച്ച് ഇടാം. എന്നിട്ട് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കേട്ടോ. എന്നിട്ട് ചൂടാം. നമുക്ക് വേവിക്കാം. അതിനുള്ള കുറച്ച് ക്യാരറ്റ്, മുന്തിരി, പനിനോട് ചൂടാം. എത്ര നേരം നമുക്ക് അത്ര ഇടാം. ഈ ചൂട് നോക്കി കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ടെങ്കിൽ സൂപ്പർ അറിയില്ല. പക്ഷെ മഞ്ഞപ്പൊടിയാണ് ഏറ്റവും ബെറ്റർ. ഗ്രേവി
ചോറ് വേണ്ടി കൂട്ടാം. നമുക്ക് ഇത് നമ്മൾ ഇതിലേക്ക് വെച്ച് ക്യാരറ്റ് പുതിന നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ സെറ്റ്. ഇനി ഈ ഒരു പ്രഷർ ജസ്റ്റ് ഒന്ന് മാറിയാട്ടെ. എന്നിട്ട് നമുക്ക് കഴിക്കാൻ നോക്കാം. ഓക്കെ ബിരിയാണി റെഡി ഗൈസ്, ബിരിയാണി റെഡി. എല്ലാവരും കഴിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. കുക്കു ചേച്ചി, ഐനു, കുഞ്ഞാപ്പി, കാച്ചി എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വന്നോളൂ കഴിക്കാൻ. അപ്പം ഈ അമ്മ എങ്ങനെ കഴിച്ചിട്ട് തന്നെ അങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. അമ്മയുടെ നമുക്ക് ചോദിക്കാം. ഓക്കെ എങ്ങനെയുണ്ടമ്മ? സൂപ്പർ. കൊള്ളാവോ? നല്ലയാണോ? സൂപ്പർ. ആക്കുവാണല്ലേ. ചോറ് കുറച്ച് വെന്ത് പോയി. കറി കുഴപ്പമില്ലല്ലോ. സൂപ്പർ. ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് കുത്തിയിട്ട് ചാർജ് ഇല്ല. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കണം കേട്ടോ. കഴിച്ചിട്ട് കുത്തില്ല. അപ്പം എനിക്ക് ആകെ കേട്ടോ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കി നോക്കണം. തണ്ണിമത്തൻ ജ്യൂസ് സൂപ്പർ. ടാറ്റാ. അമ്മ ടാറ്റ.